പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃതത്തിൽ സമന്തപഞ്ചക തീർത്ഥത്തിൽ ഗ്രഹണം അനുബന്ധിച്ച് കൂടിച്ചേർന്നുണ്ടായ 3 തരം സംഭാഷണങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്തൊക്കെയാണ് 3 തരം സംഭാഷണങ്ങൾ? ഗോപസ്ത്രീകൾ കൃഷ്ണനോട് പറയുന്നത്, ദേവകി വസുദേവരെ കുന്തി വസുദേവരോട് സങ്കടം പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ മറക്കില്ല എന്ന് മറുപടി പറഞ്ഞു. മറക്കുകയാണ്, അതായത് ഞങ്ങൾ പ്രാരബ്ധത്തിലാണ്, നിങ്ങൾ സുഖീരാണെന്നാണ് കുന്തി പറയണത്. ആരും അങ്ങനെ പറയുക, ഞങ്ങൾ പാവങ്ങളെ എന്തിനും ഓർക്കണമല്ലേ? അങ്ങനെയില്ല സഹോദരി, ഒരിക്കലും നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റും, അങ്ങനെയുള്ള സഹോദരന്മാരല്ല നമ്മൾ എന്നാണ് വസുദേവർ സമാധാനിപ്പിച്ചത്. എല്ലാ കാലം വരുമ്പോൾ അതാത് അനുഭവിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടി വരും, ഒക്കെ നേരെയാവും എന്ന് വസുദേവരെ ആശ്വാസവാക്ക് പറഞ്ഞു. നമ്മൾ പറഞ്ഞു, ഒരാൾ വിഷമിച്ചു വരുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി വിവാഹത്തിനെ കുറിച്ച് പത്നിമാർ പറഞ്ഞു. ഈ 3 കാര്യമാണ് അവിടെ പ്രസ്താവിച്ചത്. അതാണ് കഴിഞ്ഞു. ഇനി ഇവിടെ 2 കാര്യമാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് 2 കാര്യം? ഒന്ന്, അച്ഛനായിരിക്കുന്ന വസുദേവർക്ക് ഭഗവാൻ കുറച്ച് ആത്മജ്ഞാനം കൊടുക്കുകയാണ്. അമ്മയായിരിക്കുന്ന ദേവകിക്ക് ഭഗവാൻ അമ്മ ആവശ്യപ്പെട്ട ഒരു കാര്യം കൊടുക്കുകയാണ്. രണ്ടും രണ്ടാണ്. സ്ത്രീകൾക്ക് എപ്പോഴും മായാഭാവമാവും. അതായത് ദേവകിക്കൊരു ആഗ്രഹം, തൻ്റെ മരിച്ചുപോയ 6 കുട്ടികളെ ഒന്ന് കാണണം, ജീവിപ്പിക്കണം എന്ന് കൂടെ അതൊന്നും പറഞ്ഞില്ല, ഒന്ന് കാണുക, അവർ സുഖമായിട്ടിരിക്കേണ്ടതെന്നൊന്ന് അറിയുക, അത് സമാധാനം ഉണ്ടല്ലോ. വസുദേവർക്ക് അതല്ല വേണ്ടത്, കുറച്ച് ആത്മജ്ഞാനം. ഇപ്പോൾ ഈ വക കാര്യങ്ങളും ഗോപികൾക്ക് കൊടുത്ത ഉപദേശങ്ങളും പിന്നെ അവിടെ മഹർഷിമാർ പറഞ്ഞു എന്ന് പറഞ്ഞു. ഭഗവാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സജ്ജന സംഘമാണ് ഏറ്റവും വലുതെന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അവരാവട്ടെ കർമ്മങ്ങളെ കൊണ്ട് എങ്ങനെ കർമ്മം ഇല്ലാണ്ടേക്കാന്നാണ്. നമ്മൾ കർമ്മം ചെയ്യണം, പക്ഷേ അത് കർമ്മബന്ധം ഉണ്ടാവാതിരിക്കാനാണ് ചെയ്യേണ്ടത്, ബന്ധം കൂട്ടാനല്ല. വിവാഹം കഴിച്ചു ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്താ പൂർണ്ണഫലം കിട്ടാത്ത അറിയോ? എന്താ പൂർണ്ണഫലം കിട്ടാതെ നമ്മൾ ദുഃഖിക്കാൻ വിഷമമില്ലാത്തവരുണ്ടോ? എന്താ വിഷമം ഉണ്ടാവാൻ കാരണം? അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം അറിയണില്ല, കഥ അറിയാതെ ആട്ടം കാണുക. ഭാര്യ മക്കൾ എന്ന് പറഞ്ഞ് വീട് അതിൽ ലയിക്കാനല്ല വിവാഹ ജീവിതം നയിക്കാൻ പറഞ്ഞത്. ആ വിവാഹ ജീവിതം നയിക്കും വേണം, അവിടെയാണ് ഊന്നൽ. വിവാഹ ജീവിതം നയിക്കണം, ഇത് വിടാനാണ് അതിലിരിക്കുക പഠിക്കേണ്ടത്, കൂടുതൽ ബന്ധം ശക്തിയാക്കാനല്ല. അവിടെ ഒരു തെറ്റ് 98% ആൾക്കാർക്കും വരുന്നു. അയ്യോ എൻ്റെ കുട്ടി, എവിടെ എൻ്റെ ആ ബന്ധത്തിനെ കുറച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് നമ്മൾ ഇതിന് വിടാം. അതാണ് കർമ്മം കൊണ്ട് കർമ്മമില്ലാണ്ടേക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയും പറഞ്ഞ് കൃഷ്ണരാമന്മാർ ഈശ്വരന്മാരാണ് എന്ന് ഈ മഹർഷിമാരുടെ പെരുമാറ്റവും കൃഷ്ണനെ നമസ്കരിക്കലും കണ്ട് വസുദേവർക്ക് മനസ്സിലായി, ഇത് കേവലം തൻ്റെ മക്കളല്ല. ആ ഒരു ബോധം ഉണ്ടാവുകയാണ്. അങ്ങനെ വേണമെന്നാണ്. നമ്മളെപ്പോലെ എൻ്റെ മക്കളെന്ന് പറഞ്ഞ് വസുദേവർ കൃഷ്ണനെ അങ്ങനെ കണ്ടാൽ പിന്നെ വസുദേവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ വസുദേവർക്കത് മനസ്സിലായി. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ താല്പര്യം ബന്ധത്തെ കൂട്ടാനല്ല. അവിടെ പിന്നെ എളുപ്പമുണ്ട്, മകൻ ഈശ്വരനായതുകൊണ്ട്. നമ്മുടെ മക്കൾ ഈശ്വരനൊന്നും അല്ലെങ്കിലും നമുക്കത് ആത്മാവാണ്, ആത്മാവ് ഈശ്വരൻ തന്നെയാണ്, ഈശ്വരാംശമാണ് എന്ന ബോധത്തിലേക്ക് വരണം എന്നാണ് പറയണത്. അപ്പോൾ ഈ വസുദേവർ ഇപ്പം എന്താ പറയണത്? വസുദേവർ പറയണം, യുവാം നനസുതോ സാക്ഷാൽ പ്രധാന പുരുഷേശ്വരോ. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഗതി. കൃഷ്ണ, രാമ, നിങ്ങൾ കേവലം ഞങ്ങളുടെ മക്കൾ മാത്രം അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി. അത് മനസ്സിലാവുകയാണ് വേണ്ടത്. ഞാൻ ജയിച്ചു, എത്തേണ്ടോടത്ത് എത്തി. യുവാം ഭൂഭാരക്ഷത്രക്ഷപണ അവതീർണോ തഥാത്തഹ. ആരാ നിങ്ങൾ? ഭൂഭാരത്തെ കഥ കുറച്ച് താത്വികമായി പോകാൻ തുടങ്ങുകയാണ്. വെറും കഥകളിൽ നിന്ന് ഇങ്ങനെ മാറി ലൈൻ
വ്യത്യാസപ്പെടുമ്പോഴും അങ്ങട് ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടി അവതരിച്ച സാക്ഷാൽ പരമേശ്വരനാണ് നിങ്ങൾ, പരമേശ്വരാംശങ്ങളാണ് നിങ്ങൾ. പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനല്ല കേട്ടോ, ഈശ്വരൻ എന്നർത്ഥം. അതിനും പരമേശ്വരൻ എന്ന് പറയും. അതിപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് വസുദേവരാണ് പറയണത്. തത്തോ ഗദ്യോത്മരണമധ്യപദാരവിന്ദമാപന്ന സംസ്ഥിതി ഭയാപകമാർത്തബന്ധോ. ലോകത്തിലുള്ള കുഴപ്പം മുഴുവൻ സംസാരത്തിലുള്ള ഭ്രമം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ സത്യമാണ് എന്നുള്ള തോന്നലുകൊണ്ട് അല്ലാത്തൊരു കഷ്ടമാണത്. സത്യമല്ലാത്ത ഇന്നുണ്ടായി നാളെ ഇല്ലാണ്ടാവണ ഇതൊരു ചെറിയൊരു നാടകം, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അഴിച്ചു വെച്ച് ഇവിടുന്ന് പോകേണ്ടവരാണ് എന്ന ബോധം ഇല്ലാതെ സത്യബുദ്ധി പുലർത്തുക. അപ്പോൾ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്തിട്ട് എങ്ങനെയൊക്കെ ആ സീറ്റിനെ സംരക്ഷിച്ചാലും കാര്യമുണ്ടോ? ടിക്കറ്റിൻ്റെ ദൂരം കഴിഞ്ഞാൽ ഇറങ്ങിപ്പോണ്ടേ. ആലോചിച്ചു, ഇത് എൻ്റെ സീറ്റാണ്, ആരാ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞേ? എൻ്റെ സീറ്റേ. ഇളെന്താ പൈസ കൊടുത്തത്? ഇള അച്ഛൻ സമ്പാദിച്ചതാ ബസ്സിലത്തെ സീറ്റ്, എൻ്റെ സീറ്റ്. സത്യത്തിൽ ഇതന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒന്നും എൻ്റെ അല്ല. അവസാനിക്കാൻ പോകുന്ന ഒരു യാത്രയിൽ ആ സീറ്റ് എങ്ങനെ ശരിക്കും നമ്മുടെ അല്ല, അതല്ലേ സത്യം. അവിടെ ഇരിക്കണു, ഇറങ്ങണവരേക്ക് അവിടെ ഇരിക്കാം. ടിക്കറ്റിൻ്റെ ദൈർഘ്യം വരെയുള്ള അവകാശമേ നമുക്കുള്ളൂ. ഇതേപോലെയല്ലേ ഈ ജീവിതം അങ്ങോട്ട് അവസാനിച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ എന്ത് അവകാശം നമുക്കുള്ളത്? എത്ര ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് എത്ര കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, ഉണ്ടോ? അപ്പം ആ അവസാനിക്കുന്നവരേക്ക് മാത്രമുള്ള ഇതിൽ എന്നും എന്ന സത്യബുദ്ധി, ഇത് മരിച്ച ആര് കൊണ്ടുപോയാൽ നമുക്കെന്താ? നമ്മൾ ചിലപ്പോൾ അറിയും കൂടിയില്ല ആരാ കൊണ്ടുപോയാൽ, അറിയില്ല. അവിടെ കഴിഞ്ഞു സർവം. അതുകൊണ്ട് സർവേശ്വര, അതല്ലാത്തതായിട്ടുള്ള ആ ഒരു ബുദ്ധി സംസാരബന്ധം ഇല്ലാണ്ടാക്കുകയാണ്. അങ്ങേ യഥാർത്ഥത്തിൽ സത്യമായിട്ട് കണ്ട ആശ്രയിച്ചവർക്കുള്ള ഏറ്റവും വലിയ നേട്ടം. ധനമോ സ്വർണമോ രത്നമോ കാറോ എസ്റ്റേറ്റോ അല്ല ഭഗവാനെ ഭരിച്ചാൽ കിട്ടുന്ന നേട്ടം. അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക. അതൊക്കെ ഇല്ലാണ്ട് ഇത്രയും കാലം ഭരിച്ചിട്ട് എന്തുണ്ടായി? ആ ചോദ്യം അടിസ്ഥാനരഹിതമാണ്. കിട്ടും. നമ്മൾ ഈശ്വരനെ അങ്ങനെ കണ്ട് ഇതാക്കി കഴിഞ്ഞാൽ, ശരിക്കും ഭജിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അറിവുണ്ടാവും. എന്ത്? ഇവിടെ ഉള്ളതൊന്നും താൽക്കാലികമാണ്. അതന്നെ അതിൻ്റെ ഗുണം, ഈശ്വരഭജനത്തിൻ്റെ ഗുണം. ഇപ്പം വസ്തുവിൽ പറയണം, ഏതാവതാലം അലം, രണ്ടലുണ്ട്. ഏതാവതാലം അലം ഇന്ദ്രിയലാലസേന, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ച സുഖങ്ങൾ മതി മതി മതി. ഈശ്വരാ, ഇനി അതിലേക്ക് മനസ്സ് പോവരുതേ. പാനീയങ്ങളെ കൊണ്ട് നാവ്, അന്നപാനാദികളെ രസങ്ങൾ, കാഴ്ചകളെ കൊണ്ട് കണ്ണ്, ശ്രവ്യങ്ങളെ കൊണ്ട് ചെവി, സ്പർശസുഖത്തിനെ കൊണ്ട് ത്വക്ക്, ഇതൊക്കെ മതി 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 മതി. ഏതാവതാ അലം അലം. ശരിക്കുള്ളതായ ഒരു വിരക്തിയിലേക്ക് എത്തിയൊരു ഭാവം നമുക്കവിടെ വസുദേവരുടെ വാക്കിൽ നിന്ന് കാണാം. അതുകൊണ്ട് കൃഷ്ണ, ഇതിനെയൊക്കെ ഒന്ന് മതിയാക്കാൻ എന്നെ അനുഗ്രഹിക്കണം. ആ അറിവ് ഇപ്പം എനിക്കുണ്ടായി, പക്ഷേ പ്രാവർത്തികമാക്കാൻ ഇനിയും താമസമോ ഉണ്ടായ വിഷമോ ഉണ്ടാവാം. അറിവുകൊണ്ട് കാര്യമല്ലോ, പ്രാവർത്തികമാക്കണ്ടേ. ആ വിഷഭവം അങ്ങനെ മുമ്പിൽ കാണുമ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ചിന്തിച്ചാൽ മതി. ഓരോരുത്തർക്കും ഓരോന്നാവും. ചിലക്ക് നല്ല വട്ടയിട്ട മണം കേൾക്കുമ്പോഴാവും ഇഷ്ടം. അധികം കഴിച്ചാൽ വയറിന് പ്രശ്നമുണ്ട്. കടലമാവ്, പഴം കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇതിനോട് അധികം പ്രതിബദ്ധത. പഴം എന്ത് വടട്ട മണം, 2 വടയായിക്കോട്ടെ. ഇത് കഴിക്കുമ്പോൾ പിന്നത്തെ ബുദ്ധിമുട്ടാണ്. അപ്പം നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അറിവുണ്ട്, നമുക്ക് അറിവുണ്ട്. അത് അത്ര നല്ല സാധനമൊന്നുമല്ല ഈ എണ്ണയിൽ വറുത്തത്. അതിനേക്കാൾ ഫ്രൂട്ട്സ് ആണ് നല്ലത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾക്ക് വടക്കല്ലേ മുൻഗണന. വാസനയൊക്കെ തന്നെ വരുമ്പോൾ വണ്ടിയിൽ വടയെന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മളൊരു ഉദാഹരണം, നമ്മുടെ ആ അറിവ് നമുക്കുണ്ട്, നമുക്ക് അറിയാം അത് ശരിയല്ല, ആവശ്യമില്ലാണ്ട് ഇത് അകത്തേക്ക് ചെലുത്തുന്നത് ഗുണമുള്ളതല്ല. അത് കൊണ്ട് പ്രാവർത്തികമാക്കുന്നതിലും കൂടി എനിക്ക് കഴിവ് നൽകണം സർവേശ്വര. കണ്ണാവട്ടെ, മൂക്കാവട്ടെ, ത്വക്കാവട്ടെ, ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയുള്ള പ്രയാണം ശരിയല്ല എന്ന അറിവ് എനിക്കുണ്ട്. പക്ഷേ ഇനിയും മായ കൊണ്ട് അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അധികം ആൾക്കും അങ്ങനെയാണ്. ചിലർക്കത് അറിവേ ഉണ്ടാവില്ല, ചിലർക്ക് അറിവുള്ളവർക്ക് പ്രാവർത്തികമാക്കാൻ പറ്റില്ല. പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അതിൽ എന്നെ സഹായിക്കണം എന്നാണ് വസുദേവർ പറയണം. മതി മതി മതി, ഈ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെയുള്ള പോക്കൊന്ന് അവസാനിപ്പിച്ച് തരണേ. നല്ലൊരു പ്രാർത്ഥനയാണ്. മർത്യാത്മകതൈപരേ യഥപത്യ ബുദ്ധി
അങ്ങ് എൻ്റെ കുട്ടിയാണ്, പുത്രനാണ് എന്ന ഭാവത്തിൽ നിന്നും എനിക്ക് മോചനം വേണം. കണ്ടോ? ഇനി അത് മാത്രമൊന്നുമല്ല അങ്ങ്, അതിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇനിയും കുട്ടി കുട്ടി പുത്രൻ പുത്രൻ എന്നുള്ള തോന്നൽ അധികം വേണ്ട, എന്നെയൊന്ന് കുറയ്ക്കണം. കാരണം അങ്ങ് ആരാണ്? എൻ്റെ പുത്രൻ മാത്രമാണോ? ഈ ലോകം മുഴുവൻ കൊണ്ടു നിർത്തുന്ന പരമാത്മാവല്ലേ കൃഷ്ണ അങ്ങ്? ആ ബോധം എനിക്ക് ഉണ്ടാവണം. പിന്നെ സൂതി ഗൃഹേ നനു ജഗാദ ഭവാന ജോജോ അവിടെ പറയണ അങ്ങ് പറഞ്ഞിട്ടുണ്ട് അവതാര സമയത്ത് തന്നെ ഈ ലോകത്തിലുള്ളത് മുഴുവൻ ഞാനാണ് എന്നും അധർമ്മം വർദ്ധിക്കുമ്പോൾ അധർമ്മത്തെ ഇല്ലാണ്ടാക്കാനാണ് എൻ്റെ ജനനം, അല്ലാണ്ട് ഒരമ്മയുടെ ഗർഭത്തിൽ ജനിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അങ്ങനെ അംഗീകരിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ശരിക്കും ഒരു ഗർഭപാത്രത്തിൽ ജനിക്കേണ്ട ആളൊന്നുമല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം ത്യജാമ്യഹം എന്നാണ്. അതിനു വേണ്ടിയുള്ള ഒരു താൽക്കാലിക അവതാരമാണ് എൻ്റേന്ന് അങ്ങ് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഈ ലോകത്തിൽ ഉള്ള എല്ലാ സംഗതികൾ, മഹത്വത്വമാവട്ടെ, അഹങ്കാരമാവട്ടെ, ശബ്ദമാവട്ടെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകട്ടെ, എന്തും പ്രവർത്തിപ്പിക്കുന്നത് കൃഷ്ണ അവിടെ നിന്നാണ്. ശബ്ദം ഉണ്ടാവണതും അങ്ങയുടെ ഒരു ഇതാണ്. പലതരത്തിലുള്ള ശബ്ദമുണ്ട്. സ്ഫോട ശബ്ദം, അസഹ്യമായിട്ടുള്ള ശബ്ദം, നിശാബ്ദം അവകാശോസി ദിശഖം സ്ഫോട ആശ്രയ. നാദം എന്ന് പറഞ്ഞാൽ മെലോഡിയസ് ആയിട്ടുള്ള ഗാനമാണ് സംഗീതം. സ്ഫോടം എന്ന് പറഞ്ഞാൽ കർക്കശ ശബ്ദങ്ങളാണ്. ഇതിൻ്റെയും അടിസ്ഥാനം അവിടെ നിന്നാണ്. പറയുകയാണ് അവസ്ഥ വരെ നശ്വരേഷിക ഭാവേഷു സരതിത്തൻ മനുഷ്യരന്യഥ ദ്രവ്യവികാരേഷു ദ്രവ്യമാത്രം നിരൂപിതം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളിൽ നശ്വരമല്ലാതെ കുടികൊള്ളുന്നതും അവിടെ നിന്നാണ്. സത്യൻ രജസ്തമ ഇതി ഗുണാത്ത പ്രത്യയച്ചയ. സാത്വിക രാജസ താമസ ഭാവങ്ങളും അങ്ങനെയാണ്. ഇത് ഭാവങ്ങളെ കൊണ്ടാണ് ജീവന്മാർക്ക് അജ്ഞാനം, പ്രപഞ്ചത്തിലേക്കുള്ള ആസക്തി, ഈശ്വര ആസക്തി. അതാണ് സത്വഗുണം. സത്വഗുണം വന്നാൽ ഈശ്വരാസക്തിയായി, രജോഗുണം വന്നാൽ പ്രപഞ്ചാസക്തിയായി, തമോഗുണം വന്നാൽ ഇതിൽ രണ്ടിലും ഇല്ലാണ്ടായി. ഈശ്വരനെ അറിയേണ്ട, പ്രപഞ്ചത്തെ അറിയേണ്ട, ഉറങ്ങുക സുഖമായിട്ട്, അലസത, എന്ത് പദമൊക്കെ കേട്ടിരിക്കണം, ഉറങ്ങാനാണ് ഇഷ്ടം. അത് തമോ ഗുണം കൊണ്ടാണ്. ഒരു ഗുണവും നമുക്ക് ചെയ്യില്ല. ഈ ലോകത്തിലും ഇല്ല, അടുത്ത ലോകത്തിലും ഇല്ല എന്ന ഗീതയിലും. തമോ ഗുണികൾക്ക് ഈ ലോകവും ഇല്ല അർജുന, അടുത്ത ലോകവും ഇല്ല. രജോ ഗുണികൾക്ക് ഈ ലോകമെങ്കിലും ഉണ്ടാവും. രണ്ട് ലോകമുള്ളത് ശരിക്കും സാത്വികന്മാർക്കാണ്. അവർക്ക് ഇവിടെയും ഉണ്ടാവും, അടുത്ത ജന്മം ഉണ്ടാവും. അപ്പം അതല്ലേ വേണ്ടത്. ആ ഗുണങ്ങൾ ആരാണ് സൃഷ്ടിക്കുന്നത്? കൃഷ്ണ അവിടുന്ന് തന്നെയല്ലേ എന്നാണ് പറയണത്. അങ്ങനെ ഭൂമി ഭാരം തീർക്കാൻ വേണ്ടി അവതരിച്ചതായിട്ടുള്ള ഈശ്വരൻ സൂര്യനെ പ്രവർത്തിപ്പിക്കുന്നതും ഭൂമിയെ തിരിക്കുന്നതും അല്ലേ, അതുപോലെ തന്നെ ഈ രാപ്പകലുകൾ ഉണ്ടാക്കുന്നതും ഋതുക്കൾ, മഴക്കാലം, ശരത്ത്, ഹേമന്തം സൃഷ്ടിക്കുന്നതും എല്ലാം അവിടുന്നാണ്. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ പ്രവർത്തിപ്പിക്കുന്നത് അവിടുന്നാണ്. ഒരു ശക്തി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതല്ലാത്ത ഒന്ന് വേണം. ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ഡ്രൈവർ വേണ്ടേ? അല്ലെങ്കിൽ ഇന്ധനം വേണ്ടേ? ഈ താനെ ഓടുന്നതാണെങ്കിൽ ഇന്ധനം വേണ്ടേ? ഇന്ധനം എന്ന് പറയുന്നത് വണ്ടിയല്ല ആണോ? ഒരു വ്യക്തി പ്രവർത്തിക്കുന്ന കറണ്ട് വേണം. കറണ്ട് എന്നുള്ളത് ആ വസ്തുവില്ല. അപ്പോൾ അതല്ലാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ ഒരു വസ്തു ഓടുള്ളൂ, ചലിക്കുള്ളൂ. കയ്യിലുള്ളൊരു മേശ അവിടെ കൊണ്ടിട്ടാൽ തന്നെ അവിടെ കൊണ്ടിടാൻ പറ്റുമോ? അത് തന്നെ അവിടേക്ക് പറന്ന് പോകുമോ മേശ? അതൊരാൾ പിടിച്ചിട്ടിടണ്ടേ? അപ്പോൾ ഏത് ഈ ലോകം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ലാത്തൊരു ശക്തി വേണം. എന്നാലേ സൂര്യൻ ഉദിക്കൂ, ഭൂമി തിരിയൂ, ദിനരാത്രങ്ങൾ ഉണ്ടാവുള്ളൂ, ഋതു. അത് സർവേശ്വര അങ്ങല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ ഭൂമിയെ തിരിക്കുന്നതും കൃത്യമായിട്ടുള്ള സ്പീഡ്. 24 മണിക്കൂർ നല്ല വാച്ചാണെങ്കിൽ അതൊരു മാറ്റവും വരുന്നില്ല സൂര്യോദയത്തിന്. എന്താ അതൊക്കെ നടക്കണം ആലോചിച്ച് നോക്കുക. ഈ കൃത്യത ആരാണ് കൊണ്ട് നടത്തുന്നത്? കൃഷ്ണ അവിടെ നിന്നാണ് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതിനകം ആണൊരു ഗുണം കിട്ടിയത്. കൃഷ്ണൻ മകനായിട്ട് വന്നിട്ടൊരു ഗുണം കിട്ടിയത് എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ശക്തി അങ്ങാണ്, കേവലം ഞങ്ങളുടെ പുത്രനല്ല എന്ന അറിവ് സ്ഥിരമായിട്ട് നിർത്തി തരയണമേ. ഈ അറിവ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവണം. നല്ലൊരു പ്രാർത്ഥനയാണ്. ഉണ്ടായ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അച്ഛാ ഈ പറഞ്ഞത് സത്യം തന്നെ, സത്യം പറഞ്ഞാൽ അംഗീകരിക്കണം എന്നാണ്. ആര് പറഞ്ഞാലും വചോവസ്തമവേദാർത്ഥം താതാ തത് ഉപവന്മഹേ. അച്ഛാ ഈ പറഞ്ഞത് യുക്തം തന്നെ, വളരെ ശരി തന്നെ. ആത്മതിട്ടേ തത്കൃതേഷു ഭൂതേഷു ഭഗതീയതേ
വായു, ആകാശം, ഭൂമി മുതലായിട്ടതിൻ്റെ ഉള്ളിലൊക്കെ നാനാത്വം നമുക്ക് കാണാം എങ്കിലും നാനാത്വം സത്യത്തിൽ ഇല്ല, ഏകത്വമാണ് ഉള്ളത്. നാനാത്വം നമ്മുടെ തോന്നലാണ്, അജ്ഞാനമാണ്. ഇത് തന്നെയാണ് സത്യം. വളരുക, ചെറുതാവുക, മാറ്റം വരിക, വികാരങ്ങൾ മനസ്സിൽ വരിക, ദേഷ്യപ്പെടുക, അതൊക്കെ ഇല്ലാത്തതാണ്. എല്ലാം മായയാണ്. ഇതൊന്നുമില്ലാത്ത ഈശ്വരനാണ് സത്യം. ആ അച്ഛൻ പറഞ്ഞത് ശരിയായി. സ്വയം ജ്യോതിസോട് കൂടിയിട്ട് വിളങ്ങുന്ന ആ ആത്മാവ് സ്വതന്ത്രനാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ്. ബാക്കിയൊക്കെ അസ്വതന്ത്രനാണ്. ആത്മസൃഷ്ടേ തത്കൃതേഷു ഭൂതേഷു ഭഗതീയതേ. ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതൊക്കെ അസ്വതന്ത്രന്മാരാണ്. ഭഗവാൻ മാത്രം സ്വതന്ത്രൻ, പരിപൂർണൻ. ഇതാണ് ഭഗവാൻ അച്ഛൻ്റെ വാക്കിനെ അംഗീകരിച്ചു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ദേവകി. മായാഭാവമാണ്. ഈ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയണ്ട. സ്ത്രീകൾക്കിപ്പോൾ എത്ര ആത്മജ്ഞാനമല്ലല്ലോ ഉണ്ടാവുക. ദേവകി എന്താ പറഞ്ഞത്? രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര. കാര്യമൊക്കെ അറിയാം ദേവകിക്ക്. വേദാഹം വാം വിശ്വസൃജാം ഈശ്വരാവ് ആദിപുരുഷോ. ദേവകിക്കും മനസ്സിലായിട്ടുണ്ട് ആദിപുരുഷനായിട്ടുള്ള ഈശ്വരന്മാരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനും കഴിവുണ്ടാവണമല്ലോ. ആ മരിച്ച കുട്ടികളെ എനിക്കൊന്ന് കാണിച്ചു തരണം. നിങ്ങളെ അംശം കൊണ്ട് യസ്യാംശാംശാംശഭാഗേന, ഭഗവാന്റെ എത്രയോ ചെറിയ അംശം കൊണ്ടാണ് ലോകത്തെ സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഭരിക്കുക, ഇതൊക്കെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുള്ള കൃഷ്ണ, എനിക്കൊരാഗ്രഹം, ആ മരിച്ച 6 കുട്ടികളെ എനിക്കൊന്ന് കാണണം. കംസനെ അടിച്ചു കൊന്നതാണ്. അവർ എവിടേക്കാണ് അപ്പോൾ പോവുക? ആത്മാവ് ഇതൊക്കെ എന്തിനാ പറയണറിയോ? ഉദ്ദേശമുണ്ട്. കഥ മാത്രമല്ല, നമ്മൾ മരിച്ചതോട് കൂടിയിട്ടൊന്നും കഴിയണില്ല. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ഒന്നും തന്നെ കഴിയുന്നില്ല. നമ്മുടെ വിശ്വാസപ്രകാരം ഒരു മരണത്തോട് കൂടിയിട്ട് നമ്മുടെ ആത്മാവ് അവസാനിക്കുന്നില്ല. അപ്പം അതിന് നരകദുഃഖം അനുഭവിക്കാതിരിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്യുക. 1, മരിച്ചവർക്ക് പിതൃകർമ്മം ചെയ്യുക. 2, പഠിക്കേണ്ട കാര്യങ്ങളാണത്. അല്ലാണ്ടിപ്പോൾ ഈ മരിച്ച കുട്ടികളെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു കഥ, അതിലിപ്പോൾ വലിയ കാര്യമുണ്ടോ? അതിനൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, കേവലം ആ കഥയല്ല, മരണത്തോടു കൂടിയെല്ലാം അവസാനിക്കുന്നില്ല. മരിച്ചവർക്ക് പിതൃകർമ്മം ചെയ്യേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ കടമ. നരകദുഃഖം ഇല്ലാണ്ടിരിക്കുക നമ്മുടെ കടമ. അങ്ങനെയാണെങ്കിലേ നമുക്കവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നരകദുഃഖം ഉണ്ടാവും. അതിന് മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ആ ആത്മാവിന്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ 6 കുട്ടികളുടെ ആത്മാവ് മഹാബലിയുടെ അവിടെ സുതലത്തിലാണ്, പാതാളത്തിലല്ല, സുതലത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. അവരുടെ കർമ്മഗതിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ എത്തുന്നത്. കണ്ടോ? അപ്പം നമ്മുടെ ആത്മാവ് മരണത്തിന് ശേഷവും അവസ്ഥാന്തരങ്ങളെ പ്രാപിക്കുന്നുണ്ട്. അത് കഴിയണമൊന്നുമില്ല. അവിടെ പിതൃകർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ നരകത്ത് ദുഃഖം അനുഭവിക്കേണ്ടി വരും. അത് കുറയ്ക്കാനൊരു മകൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് മകനാ? ഒരു പുത്രി ചെയ്തിട്ടെങ്കിൽ ആ പുത്രി എന്ത് പുത്രിയാ? പുത്രിക്കും ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ സംഗതിവശാൽ പറയുകയാണ്, സ്ത്രീകൾക്ക് പിതൃകർമ്മം ചെയ്യാൻ നിഷേധിച്ചിട്ടില്ല. തെറ്റാണത്. പാടില്ല എന്ന് പറയണത് തെറ്റാണ്. പുത്രി എന്ന് പറഞ്ഞാൽ പുത്രൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമല്ലേ. അപ്പോൾ പുന്നാമം എന്ന നരകത്തിൽ നിന്ന് സ്ത്രീകളെ, അച്ഛനെ രക്ഷിക്കുന്നവൾ, കർമ്മം ചെയ്തുകൂടെ? ചെയ്യാം. അപ്പോൾ ആ ഒരു ബാധ്യത നമുക്കുണ്ട് എന്നും കൂടി ഓർക്കുക ഈ സന്ദർഭത്തിൽ. അപ്പോൾ ആ കുട്ടികളിവിടെ കൊണ്ടുവന്നു ഭഗവാൻ. സുതലത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, ആ 6 കുട്ടികളെ എനിക്കൊന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങാടിയിൽ നിന്ന് സാധനം വാങ്ങണ പോലെയാണ് ഭഗവാൻ മരിച്ച കുട്ടികളെ കൊണ്ടുവരുന്നത്. മഹാബലി കൃഷ്ണനാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം. അന്ന് സുതലത്തിലേക്ക് കാല് തൊട്ടിട്ട് പോയ ആളാണ് മഹാബലി. വളരെയേറെ ശുശ്രൂഷിച്ച് സൽക്കരിച്ച് നമസ്കരിച്ച് സ്തോത്രം കൊണ്ട് തുതിച്ച് ആ കുട്ടികളെ കൊണ്ട് കൊടുത്തു. കൃഷ്ണൻ ചോദിച്ചാൽ പിന്നെ ഇനി അതിനപ്പുറം എന്താ പറയാനുള്ളത്, ആലോചിക്കാനുള്ളത്? അമ്മയ്ക്കാണ് കാണിച്ചു കൊടുത്തു. 6 കുട്ടികളെ മുലപ്പാൽ ചൊരന്ന് ദേവി മുലപ്പാൽ കൊടുത്തു. പീതശേഷം ഗതാമൃത. ഭഗവാൻ അതിനുശേഷം മുലപ്പാൽ കുടിച്ചിട്ടുണ്ട്. ഇവർ കുടിച്ച മുലപ്പാൽ അല്ലേ, അതിൻ്റെ ബാക്കിയാണ് ഭഗവാൻ പിന്നീട് കുടിച്ചത്. പീതശേഷം ഗതാമൃത. ഇവർക്ക് ശേഷം കുടിച്ചത് ആരാണ്? ഭഗവാനാണ്. ഇവരാദ്യം കുടിച്ചു പോയവരാ. അങ്ങനെ അവരെയൊക്കെ
അതാത് സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ നിർത്തണമെന്ന് ദേവകി പറഞ്ഞിട്ടില്ല, അത് പറയാൻ പാടില്ല എന്നാണ് പറയുകയാണ്. ഇവർ ആരാണത്രേ ഈ 6 കുട്ടികൾ? ആസൻ മരീചേ ഷഡ് പുത്ര ഊർണായാം പ്രഥമേന്ദരെ. ഹിരണ്യകശിപുവിന് ഊർണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയിൽ ജനിച്ച 6 കുട്ടികളാത്രേ ഇവർ. നീ തത്വത്തിലേക്ക് പിന്നെയും കൊണ്ടുപോണ്ട്. അപ്പോൾ അവരുടെ പേരെന്തായിരുന്നു? സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രവൃത്ത്, ഗൃണി. നല്ല പേരുകളാണ്. ഈ 6 പേരാണ് അവർക്ക് അപ്പിട്ടിരുന്നത്. ഇപ്പോഴോ കീർത്തിമന്ദം, ഭദ്രസേനം, ഉദാരഥി എന്ന് പറഞ്ഞിട്ടില്ലേ, ഋജും സംഘർഷണം, ഭദ്രസേനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കീർത്തിമന്ദം പ്രഥമജം. ഇവിടെ വേറെ പേര് കൃഷ്ണാവതാരം പറയുമ്പോൾ അവരുടെ പേരൊക്കെ പറഞ്ഞു. കീർത്തിമാൻ, ആദ്യത്തെ കുട്ടിയുടെ പേര് കീർത്തിമാൻ, സംഘർഷണൻ, ഭദ്രസേനൻ, ഉദാരഥി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേര് ഇവിടെ ഈ ഓരോ ഇതിൽ പേര് മാറും. അപ്പോഴത്തെ പേരാണ് സ്മരൻ, ഉദ്ഗീതൻ, പരിഷങ്കൻ, പതങ്കൻ, ശുദ്ധവൃത്ത, ഗൃണി. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല മിക്കവാറും. എന്താ പേര്? ഗൃണി കേട്ടിട്ടുണ്ടോ? ക്ഷുദ്രപിടുത്ത് എന്നൊരു പേര്, ക്ഷുദ്രപിടുത്ത് നമ്പൂതിരി. അതുവരെ കേട്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ വെച്ചില്ല. എന്താ പേര്? പതങ്കൻ നായർ കേട്ടിട്ടുണ്ടോ? പരിഷങ്കൻ കേട്ടിട്ടുണ്ടോ? സ്മരൻ, മരവാരിയർ, ഇതുവരെ കേട്ടിട്ടില്ല. ഉദ്ഗീതൻ, അതും കേട്ടിട്ടില്ല. അപ്പോൾ കഥ താത്വികമാണ്, അല്ലാണ്ട് ഇങ്ങനെ പേരിടോ? ഇതുവരെ ഇതിൽ പറഞ്ഞ പേരൊന്നും നമ്മൾ ഒരിക്കലും കേൾക്കണ്ടേ. എന്താണ് സത്വം? സ്മരൻ, ഉദ്ഗീതൻ, പരിഷങ്കൻ, പതങ്കൻ, ക്ഷുദ്രവൃത്ത്, ഇതൊക്കെ തത്വങ്ങളെ ഭാഗവത്തിൽ കഥയുടെ ഇടയിൽ കൂടെ കൊണ്ടുവച്ചിരിക്കണം. അതാണ് കാണേണ്ടത്, കഥയ്ക്കല്ല ശരിക്കും. ഗൃണി, സ്മരൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ഉദ്ഗീതൻ എന്ന് പറഞ്ഞാൽ ചെവിക്ക് പകരം പ്രയോഗിച്ച വാക്കാണ്, പരിഷങ്കൻ എന്ന് പറഞ്ഞാൽ ത്വക്ക്, പതങ്കൻ എന്ന് പറഞ്ഞാൽ പാറ്റ, അതായത് കണ്ണ് ആണ് ഉദ്ദേശിച്ചിരിക്കണം. ക്ഷുദ്രവൃത്ത് എന്ന് പറഞ്ഞാൽ നാവ്. ഇങ്ങനൊരു പേരുണ്ടാവുമോ? ക്ഷുദ്രവൃത്ത്. ഗൃണി എന്ന് പറഞ്ഞാൽ മൂക്ക്. എന്താ അർത്ഥം? മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും കൂടിയിട്ടാണ് ജീവനെ അധോലോകത്തിലേക്ക് അല്ലെങ്കിൽ കീഴ്പ്പെട്ട് കൊണ്ടുപോകുന്നത്. രുക്മിണി സ്വയംവരത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. രുക്മിണിയുടെ 5 ജ്യേഷ്ഠന്മാർ പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈശ്വരൻ കൃഷ്ണനിലേക്ക് എത്തുന്നതെന്ന് തടഞ്ഞു രുക്മി. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ഈ ജീവനെ ഈശ്വരനിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് തടയും. ഉപാസന കൊണ്ടും തപസ് കൊണ്ടും നിഷ്ഠ കൊണ്ടും മാത്രമേ ആ പഞ്ചേന്ദ്രിയങ്ങളെ ഇഷ്ടം പോലെ നമ്മളെ ഉപദ്രവിക്കാൻ അനുവദിക്കാതിരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം അത് വേണം. ഭഗവാൻ വന്നപ്പോൾ അവർ കയറി ഉണ്ടോ? ഈശ്വരാംശവും ഈശ്വര സാന്നിധ്യവും ഉണ്ടെങ്കിൽ അധോ ലോകത്തുനിന്ന് കയറും. അപ്പം മനസ്സ്, കണ്ണ, മൂക്ക, തൊക്ക, നാക്ക, ചെവി എന്നീ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നിട്ട് ജീവനെ അധോലോകത്തിലേക്ക് കൊണ്ടുപോകും. ഈശ്വര സങ്കല്പം ഉണ്ടാകുമ്പോൾ അവർ കയറുകയും ചെയ്യും. എങ്ങനെ ഈശ്വര സങ്കല്പം ഉണ്ടാവും? ഭക്തി കൊണ്ടും ഉപാസന കൊണ്ടും, വേറെ മാർഗമൊന്നുമില്ല. ഈ തത്വമാണ് ഈ കഥയുടെയും ആന്തരമായിട്ട് പറഞ്ഞത് എന്നങ്ങനെ പറഞ്ഞ് മറ്റൊരധ്യായത്തിൽ അർജുനൻ സുഭദ്രയെ വിവാഹം കഴിച്ച കഥ, സുഭദ്രാഹരണവും പറഞ്ഞ് വേറൊരു കഥയിലേക്കാണ് കിടക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.